ഹായ് എല്ലാവർക്കും നമസ്കാരം. മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നു ഒരു പവർ വീഡറാണ്. അപ്പോൾ നമ്മൾ ഒരു പവർ വീഡർ ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കമ്പനി, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും സർവീസ്, അതുപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി ഭാഗം, പിന്നെ എന്താ പറയുക, നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ കഴിയും, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പവർ വീഡറിനെ കുറിച്ച് ആദ്യം പറയാം. ഇത് വി എസ് ടി എന്ന് പറയുന്ന കമ്പനിയുടെ F35 എന്ന് പറയുന്ന പവർ വീഡറാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കിളയ്ക്കുന്ന സമയത്ത് അത് ഒരിക്കലും അഫക്റ്റ് ചെയ്തില്ല. അതിൻ്റെ എല്ലാ എഞ്ചിൻ്റെ പവർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൊട്ടാവേറ്ററിൻ്റെ പവർ, ഇതെല്ലാം ശരിക്കും മണ്ണിൽ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കും. അതുപോലെ തന്നെ ഇത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കുക. അതിനുശേഷം ഇതിൻ്റെ ആക്സിലേറ്റർ ഓൾറെഡി ഇത് കൊടുത്തു വെച്ചേക്കാണ്. ആക്സിലേറ്റർ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്സിലേറ്റർ കുറയ്ക്കുന്നു, ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുന്നു. കണ്ടോ, ആക്സിലേറ്റർ കൂടുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കുക. അത് കഴിഞ്ഞ് ഇതിന് ക്ലച്ച് ഉണ്ട്, ഇതുണ്ടോ, ജസ്റ്റ് ഇത്രേ ഉള്ളൂ പരിപാടി. ഇതെന്ന് വിട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നുപോയി. കണ്ടോ, ഇത്രേ ഉള്ളൂ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഏത് ഉറച്ച മണ്ണിലൂടെ ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് VSTയുടെ തന്നെ 3.5 എഞ്ചിനാണ്. അതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ, 1 ലിറ്റർ പെട്രോൾ 2 മണിക്കൂർ നമുക്ക് ഇത് ഓടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയ നമുക്ക് കവർ ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു പവർ വീഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ട് സംഗതി എന്നുള്ളത്. ഓക്കെ, നമ്മളോട് ഇന്ന് VST പവർ വീഡറിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ പറയുന്ന ഇദ്ദേഹമാണ്. പേരെങ്ങനെയായിരുന്നു? ആനന്ദ്. ഇത് സ്ഥലം എവിടെയാണ് കറക്റ്റ്? ചുനക്കര, ആലപ്പുഴ ജില്ലയിൽ. ഓക്കെ, ഇത് എത്ര നാളായിട്ട് നമ്മൾ ഈ VSTയുടെ പവർ വീഡർ ഉപയോഗിക്കുന്നുണ്ട്? ഇതിപ്പോൾ 1 മാസത്തിന് മേലെയായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, എന്താണ് ഇതുകൊണ്ട് തോന്നിയത്, എന്താണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്? അതായത് എനിക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താണ്, അധികം ബുദ്ധിമുട്ട് എനിക്ക് വരുന്നില്ല. പിന്നെ എൻ്റെ ആവശ്യത്തിന് എന്തായാലും നല്ലപോലെ ഉപകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടത് പോച്ച ഇളക്കുകയും ഒരു പറഞ്ഞാൽ നല്ല ആഴത്തിൽ കുഴിച്ചു മറിക്കുകയും ചെയ്യുന്നു. അതല്ല ഇത് കാര്യം ചെയ്യുന്നുമുണ്ട്. പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു മുറിയുടെ അടുത്ത് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി മാറ്റാനാണെങ്കിലും നമുക്ക് സുഖമാണ്. പിന്നെ മൈലേജും കിട്ടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇപ്പം ഇവിടെ എല്ലാം അടിച്ചതാണ്. ഏകദേശം 2 ലിറ്റർ പെട്രോൾ ആണ് വാങ്ങിച്ചത്. എന്നിരുന്നാലും അത്രയും ചിലവായില്ല. എന്നാൽ തന്നെ ഇത്രയും ഭാഗം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ എനിക്ക് കിളച്ചു മറിക്കാൻ പറ്റും. ഇതിപ്പം മൊത്തം നമ്മുടെ പ്ലോട്ട് വരുന്ന ഒരു 70 സെന്റ് ആണ്. അതിലെന്തായാലും പകുതിക്ക് മേളിൽ എന്തായാലും നമ്മൾ 2 ലിറ്റർ പെട്രോൾ കൊണ്ട് തീർന്നു. 2 ലിറ്റർ പെട്രോൾ വേണ്ടി വന്നില്ല. അത്ര മൈലേജ് ഉണ്ടല്ലേ? മൈലേജ് ഉണ്ട് നമുക്കുള്ള. ഓക്കെ, നമ്മളിത് നന്നായിട്ട് കിളച്ച് ആഴത്തിലേക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് എത്ര അടി വരെ നമുക്ക് കിളയ്ക്കാൻ പറ്റുന്നുണ്ട്? ഒരു അടിക്ക് മേളിൽ പോകുന്നുണ്ട്. നല്ല രീതിയുണ്ട്. പിന്നെ നമ്മൾ അത്രയും മെഷീൻ അത്രയും കൂടെ നമ്മൾ ഇറക്കാതെ നമ്മുടെ ആവശ്യത്തിന് വെച്ച് നമ്മൾ ആ 1 അടിയുടെ ഒരു താഴെ കിടന്ന മണ്ണ് മേലി വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടങ്ങ് മുമ്പോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ഒരു ഇതെന്നുള്ളത്? ഇല്ല, നേരത്തെ ഉപയോഗിച്ചില്ല. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആൾക്കാരെ നിർത്തിയായിരുന്നു ചെയ്യിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്ര ഒരു പ്ലോട്ട് ചെയ്യുമ്പോഴത്തെ ഒരു 7 പ്രവർത്തനങ്ങൾ വേണ്ടി വരും. 2 പേര് മിനിമം വേണ്ടി വരും. അപ്പം ഇപ്പോഴത്തെ സ്ഥിതിക്ക് വരുമ്പോഴത്തെ ഒരു 16,000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് ക്ലീൻ ആക്കി ഇത് ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ. അപ്പൊ നമുക്ക് അത്രയും നോക്കിയപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയത്. അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് VSTയുടെ ഇത് കണ്ടത്. കാരണം ഒരുപാട് കടയിലൊക്കെ പോയായിരുന്നു. പിന്നെ എൻ്റെ അടുത്താണ് ഷോപ്പും ഉള്ളത്. പിന്നെ അവർക്ക് ആണെങ്കിൽ നല്ല ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അവർക്ക് മീൻസ് എക്സ്പോർട്ടിങ് ഉള്ളതെല്ലാം സൈറ്റിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് നല്ലൊരു മോഡൽ സജസ്റ്റ് ചെയ്തായിരുന്നു കുറച്ചുകൂടെ നല്ലതായിട്ട്. പക്ഷെ നമുക്ക് അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഒരു ഇത് വന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നതും ഉതകുന്നതും നമ്മുടെ ഉപയോഗത്തിന് ശരിക്കും പറ്റുന്നുണ്ട് അല്ലേ? എല്ലാം പറ്റുന്നുണ്ട്, നമുക്ക് സുഖമായിട്ട് പറ്റുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് ഈ ഒരു ഏകദേശം ഒരു 70-75 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ കിളയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതായത് മാൻ പവറിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഏകദേശം ഒരു 17,000 ഒരു 20,000 രൂപ അല്ലേ, അത്രയും രൂപ അടുത്ത് ചെലവാകുന്നുണ്ട്. അതുപോലെ ഇതൊന്ന് എന്താ പറയുക, പുല്ലൊക്കെ ഒന്ന് കളഞ്ഞിടണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരും. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു ആശയത്തിലേക്ക് വരുന്നത്. ശരിക്കും നമുക്ക് ഇന്നെന്താ പറയുക, കൃഷിയിടത്തിൽ മെക്കനൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിളയ്ക്കുക എന്നുള്ള ഒരു സാധനമാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഒരു പവർ വീഡറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് വിളകൾക്കിടയിലൂടെയും, കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സാധനമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ ഏത് വിളകൾക്കിടയിലെയും അനായാസന ഇത് കൊണ്ടുനടക്കാൻ കഴിയും. വിളകൾക്കൊന്നും കേടുവരാതെ നമുക്ക് കൃഷിയിടം നല്ല രീതിയിൽ കിളച്ച് മാറ്റുവാൻ കഴിയും. അപ്പോൾ വാഴയാണെങ്കിലും അതുപോലെ തന്നെ തെങ്ങിൻ തടം എടുക്കാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? തെങ്ങിന് നമുക്ക് തടവായിട്ട് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ
തുടങ്ങി വന്നത് കൊണ്ട് നമുക്കൊരു ഇതാണ്. പക്ഷെ എന്നാലും സുഖമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചുറ്റിയെടുക്കാം. ഓക്കെ. ഇതിന് മെയിൻ്റെനൻസ് എങ്ങനെയുണ്ട്? മെയിൻ്റെനൻസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ അവർ പറഞ്ഞേക്കുന്നത് നമുക്കൊരു 20 മണിക്കൂർ കഴിഞ്ഞാണ് നമുക്ക് ഈ ഓയിലിന്റെ കാര്യമൊക്കെ ഓയിൽ ലെവൽ മാറ്റേണ്ടത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഗിയർ ഓയിലുണ്ട്. നമ്മുടെ സാധാരണ നമ്മളൊരു ആക്റ്റീവ സ്കൂട്ടറിനോ വല്ലതും ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പലരും ഈ റൊട്ടാവേറ്ററിന്റെ ഒരു പ്രോബ്ലം പറയുന്നത് ഇതിന് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ കല്ല് തെറിക്കാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് കല്ല് തെറിച്ചൊരു ഫീൽ ഉണ്ടായില്ല. പിന്നെ സാധാരണ ഈ പറഞ്ഞ നമ്മളെപ്പോഴും സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കുക. അതുകൊണ്ട് ഇപ്പം ഒരു ബൂട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേ നമ്മളൊരു വൈസറോ പോലെ വല്ലതും വെച്ച് കഴിഞ്ഞാൽ മതി. പക്ഷേ എനിക്കിത് ഉപയോഗിച്ചപ്പം എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുപോലെ ഇത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നല്ല വൈബ്രേഷനോ നമുക്കിങ്ങനെ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എങ്കിലും നിങ്ങൾ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഭയങ്കര പ്രസ് ചെയ്യേണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, പ്രസ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ മണ്ണിൻ്റെ ഒരു ഇതുപോലെ ഇപ്പം ഇതിപ്പം ഈ എന്തുവാ ചെമ്മണ്ണായതുകൊണ്ട് ചിലടത്ത് മറ്റേ വെട്ടുകലിൻ്റെ കൂടെ കാണും. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ ചിലടത്ത് അവിടെ ഒന്ന് ആഴത്തി കുളിക്കാൻ വേണ്ടി നമ്മളൊന്ന് ബലം പിടിച്ചൊന്ന് നിൽക്കേണ്ടി വരും. അല്ലാത്തടത്ത് നമുക്ക് സ്മൂത്തായിട്ട് ഇപ്പം പറഞ്ഞ പോലെ ഓടിക്കുമ്പോൾ തന്നെ അവൻ തന്നെ കുഴിച്ച് മുന്നോട്ട് പോയിക്കോളൂ. നമ്മൾ ജസ്റ്റ് തള്ളി കൊടുത്താൽ മതി. നേരത്തെ എന്താ പറയുക, പല പവർ വീഡറുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ തനിയെ ഓടി നടന്ന് കളിക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്ലച്ചാണ്. ഇതൊരു ഗിയർ സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഈ ക്ലച്ച് വിടുന്ന സമയത്ത് മാത്രമേ, ഇതിങ്ങനെ അമർത്തി പിടിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഇതിങ്ങനെ ഈ പവർ വീഡർ മുന്നോട്ട് ഓടുകയുള്ളൂ. ഇത് വിടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് നിൽക്കുകയും ചെയ്യും അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം, സേഫ്റ്റി അതൊരു കാര്യം. കാരണം നമുക്കിപ്പോൾ സപ്പോസ് ഇപ്പം ഒരു നിരപ്പായ സ്ഥലമല്ല, ഒരു താഴേക്കാന്ന് വെച്ചാൽ കുഴിയാണ്. ഇപ്പം ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പം ഒന്ന് കയ്യിൽ നിന്ന് ചിലപ്പോൾ ഈ കുഴിയോട്ട് വരുവാന്നല്ലേ, നമ്മളിത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നു ഒന്നും ചെയ്യാൻ അനങ്ങത്തില്ലത് അല്ലേ? അതെ. നമ്മുടെ കർഷകർക്കെല്ലാം തന്നെ വളരെയധികം, കർഷകർ മാത്രമല്ല എല്ലാ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ പവർ വീഡർ എന്നുള്ളത്. നിങ്ങളുടെ നല്ലൊരു ശതമാനം കൃഷിപ്പണി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. മാൻ പവറിനെ കുറച്ചധികം നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇത് വളരെ വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു വാഹനത്തിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ, അതുപോലെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് എടുത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു മുറിയിലേക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ വളരെ ഈസി ആയിട്ട് എടുത്ത് മാറ്റി വെക്കുക. 2 പേരുണ്ടെങ്കിലും എടുത്തുകൊണ്ട് പോകും. അതായത് 30 കിലോയിൽ താഴെ ഇതിനൊരു വെയിറ്റ് എന്നുള്ളതും. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു അഡ്വാൻസ്ഡ് മെഷീൻ ഉണ്ടായിരുന്നു, അത് മേടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അല്ലേ? എന്നാലും നമ്മൾ ആ അഡ്വാൻസ്ഡ് മെഷീനാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രയോജനങ്ങളാണ് കാണാൻ പോകുന്നത്. ഇതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ എന്താ പറയുക, കുറേ കൂടെ ഫെസിലിറ്റികളുണ്ട്. അതുപോലെ തന്നെ കുറേ കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മെഷീൻ. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. VSTയുടെ അടുത്തൊരു മെഷീനാണ് FT50G. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുന്നത്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട പവർ വീഡറിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയ ഒരു വേർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേനെ അപേക്ഷിച്ച് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് മാനുവലി ഗിയർ മാറേണ്ട ഒരു സാധനമാണ്. റൺ ചെയ്യുന്നതിനനുസരിച്ച് ഗിയർ മാറി കൊടുക്കണം. പിന്നെ മറ്റേതായിട്ട് ഓപ്പറേറ്റിംഗ് എല്ലാം ഏകദേശം സെയിം ആണ്, വളരെ സ്മൂത്താണ്. എന്നാൽ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ, അതായത് ഒരു ശകലം ഒന്ന് ഓടിച്ചൊന്ന് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യങ്ങൾ കൂടിയുണ്ട്. ഇത് എവിടെ വേണമെങ്കിലും, ഏത് കൃഷിയിടത്തിൻ്റെ ഏത് ഭാഗത്തോടെ വേണമെങ്കിലും നമുക്ക് ഇറക്കാൻ നന്നായിട്ട് നിലം ഉഴുതു മറിച്ചുകൊണ്ട് പോകാൻ പറ്റും. 5.5 HP മോട്ടറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ട് FT50G എന്നാണ്. ഒരുപാട് പവർ വീഡറുകൾ നമ്മുടെ ഇന്ന് മാർക്കറ്റിലുണ്ട്, സുലഭമായിട്ടുണ്ട്, നമ്മളൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിനെ അപേക്ഷിച്ച് VSTയുടെ പ്രത്യേകതകൾ ഇവർ പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഓൺ സൈറ്റ് സർവീസിംഗ് ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്നുള്ളത്. മറ്റൊന്നുമല്ല, ഇതിൻ്റെ സ്പെയർ പാർട്സ് എവിടെ വേണമെങ്കിലും അവൈലബിൾ ആണ്. കാരണം ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്. നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള പ്ലാന്റുകളിലാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാക്ടറുകളും ടില്ലറുകളും അടക്കം ഒരുപാട് അഗ്രികൾച്ചർ മെഷീനറീസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് VST. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഉറപ്പിൽ ഇവരുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങാൻ കഴിയും. അങ്ങനെ ഒരു അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു വീഡർ ആണ് നമ്മൾ പരിചയപ്പെട്ടത്, 2 തരത്തിലുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ അഡ്വാൻസ്ഡ് മോഡൊക്കെ ഇതിന് ശേഷവും തന്നെ VST വികസിപ്പിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇവരെ ഡീലർമാരുടെ അടുത്ത് നിന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഈ പവർ വീഡറിൻ്റെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കുറേ അറ്റാച്ച്മെൻറ്റുകൾ ഇതിൽ ആഡ് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ഒരു ടൈലർ വേണമെന്നുണ്ടെങ്കിൽ, കുറച്ച് കൃഷിയിടത്തിലൂടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം, അതിന് പറ്റിയൊരു ടൈലർ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലൊരു സീറ്റ് വേണമെങ്കിൽ നമുക്ക് ഘടിപ്പിച്ച് അത് അങ്ങനെ ഇരുന്ന് ഓടിച്ചു പോകാം. പക്ഷേ ഇതിൽ സീറ്റ് വരുന്നില്ല. നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് വെച്ച് PTO ഷാഫ്റ്റ് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ പവർ സ്പ്രെയർ, അതുപോലെ തന്നെ മോട്ടർ, വെള്ളമടിക്കാനുള്ള മോട്ടർ, ഇതൊക്കെ നമുക്കിതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് കൃഷിയിടത്തിൽ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഈ റണ്ണിങ്ങിൽ തന്നെ ഓടിച്ചുകൊണ്ട് തന്നെ നമുക്കിത് എന്താ പറയുക, ഗിയർ ഇടാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ക്ലച്ച് സംവിധാനവും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുക.
നമ്മൾ കിളച്ചു പോവുക. അതിനുശേഷം നമുക്ക് നിർത്തേണ്ട സമയത്ത് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കൈയെടുത്താൽ മതി. അന്നേരം നമ്മുടെ ഈ പവർ വീഡർ അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും. വേറെ അപകടങ്ങളോ ഒരു പ്രശ്നങ്ങളുമില്ല. അതുപോലെ തന്നെ നമ്മൾ ടയറിൻ്റെ 2 ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക റൊട്ടാവേറ്റർ സംവിധാനം ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളോ കല്ല് തെറിച്ച് നമ്മുടെ ദേഹത്തേക്ക് വീഴുക അങ്ങനെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഏത് വിളകൾക്കിടയിലൂടെയും അനായാസേന നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയും. അതിനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക നിർത്തി വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കിയെടുക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഒരു തെങ്ങിന് തടമെടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാം. അങ്ങനെ അടിപൊളി 2 പവർ വീഡറുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും സംശയങ്ങളോ, നിങ്ങൾക്കിത് എവിടെ കിട്ടും, അതിനെ ഞാനീ പറഞ്ഞ സർവീസൊക്കെ എല്ലായിടത്തും ഉണ്ട്, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ തരുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം ഈ എപ്പിസോഡ് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വാങ്ങുന്നു. എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇവിടെ വാങ്ങുന്നു. ജോബിൻ കെ മാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്.